നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന കാര്യമാണ് കമ്പാരിസൺ. അവനത്ര പോരാ, എന്റെ മകനാണെങ്കിൽ പഠിക്കുന്നില്ല, അയൽവാസിന്റെ അത്ര പഠിക്കുന്നില്ല, മൂത്ത ജ്യേഷ്ഠനേക്കാൾ പഠിക്കുന്നില്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി അധ്യാപകർ കേൾക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത്? ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ്, യുണീക്കാണ് എന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും അവരുടേതായ കഴിവും കപ്പാസിറ്റിയും ഉണ്ട്. ഒരാളും മറ്റൊരാളെ പോലെയല്ല, എല്ലാവരും വ്യത്യസ്തരാണ്. ഒന്നാമത്തെ കാര്യം, അതിന്റെ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു കാട്ടിലൂടെ ആനയും കുരങ്ങനും നടന്നു പോവുകയാണ്. ആ നടന്നു പോകുന്ന സമയത്ത് ആനക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആ സമയത്താണ് എന്ത് കാണുന്നത്? ഒരു വലിയൊരു മരത്തിന് മുകളിലായിട്ട് കുറച്ച് ഫലങ്ങൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും ആനക്ക് അത്ര ഹൈറ്റിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് കൂടെയുള്ള കുരങ്ങൻ എന്ത് ചെയ്തു? മുകളിലൂടെ ഓടിക്കയറി ആ ഫലങ്ങളെല്ലാം എടുത്ത് കൊണ്ടുവരികയും ആനക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവരുടെ യാത്ര പിന്നെയും മുൻപോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുന്ന വേളയിൽ ഒരുപാട് പ്രയാസങ്ങൾ, മരങ്ങളും കല്ലുകളും പ്രയാസങ്ങളൊക്കെ മുമ്പിലുണ്ട്. ഉടൻ തന്നെ ശക്തനായ ആന എന്ത് ചെയ്തു? അവയെല്ലാം മാറ്റി ഒഴിവാക്കി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആദ്യം കുരങ്ങനായിരുന്നു കഴിവുള്ള ആള്, ശക്തിയുള്ള ആള്, അല്ലെങ്കിൽ മരത്തിന് മുകളിൽ കയറിയൊക്കെ എടുക്കാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ആളാരാണ്? കുരങ്ങനായിരുന്നു. എന്നാൽ രണ്ടാമത്തെ വിഷയം വന്നപ്പോൾ ആരായി അത് മാറി? അത് ആനയായി മാറി. അതുപോലെയാണ് നമ്മുടെ കഴിവ്. ചില കാര്യങ്ങളിൽ പവർ ആയിരിക്കും, ചില കാര്യങ്ങളിൽ വീക്ക് ആയിരിക്കും. നമ്മുടെ പവർ, നമ്മുടെ കപ്പാസിറ്റി എന്താണ് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ, നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് പറക്കാം.